Good afternoon. PDF കാണാമോ? ഓക്കെ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് 3:20 ആയി കഴിയുമ്പോൾ നിശാംസ് കയറും കേട്ടോ. അപ്പൊ നിങ്ങൾ പോവരുതായിരുന്നു. ഓക്കെ കേട്ടോ? കേട്ടോ പിള്ളേരെ? Yes, ma'am. Yes. കേട്ടില്ല? അതായത് കുറച്ച് കഴിയുമ്പോൾ 3:20 ആകുമ്പോ ഞാൻ ലീവ് ചെയ്യും. നിങ്ങൾ പോവരുത്, നിശാംസ് വരും, സംസാരിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. കോഡ് ബ്ലൂ വരെ പറഞ്ഞല്ലോ നമ്മള്. കോഡ് യെല്ലോ പറഞ്ഞോ? ഇല്ലല്ലോ. യെസ്, കോഡ് യെല്ലോ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കോഡ് യെല്ലോ യെസ്, കോഡ് യെല്ലോ means an external disaster has occurred. The hospital will be receiving patients in excess normal. എന്താണ് കോഡ് യെല്ലോ എന്തിനു വേണ്ടിയിട്ടുള്ള ഡിസാസ്റ്റർ കോഡാണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത്. എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചിരുന്നല്ലോ. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ പഠിച്ചിട്ടുണ്ട്, ഇന്റേണൽ ഡിസാസ്റ്റർ ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ ഏതൊക്കെ കാറ്റഗറീസ് ആണ് വരുന്നത്? മറന്നുപോയോ? എന്തൊക്കെയാണ്? എക്സ്പ്ലോഷൻ, ഫ്ലഡ്, എയർപ്ലെയിൻ ആക്സിഡന്റ്, സുനാമി, എർത്ത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് സ്ട്രൈക്സ്, ട്രെയിൻ ആക്സിഡന്റ്, ബോക്സ് ആക്സിഡന്റ് അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അലർട്ട് ചെയ്യപ്പെടുന്ന കോഡാണെന്ത്? കോഡ് യെല്ലോ അല്ലെ? An external disaster has occurred. The hospital will be receiving patients in excess normal. അതായത് ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഒരു പേഷ്യന്റ് ആയിരിക്കും വരുന്നത് അല്ലെ? ഓവർഫ്ലോ ആയിരിക്കും പേഷ്യൻസിന്. അതായത് ഒന്നിൽ കൂടുതലധികം പേഷ്യൻസിനായിരിക്കും അപകടം സംഭവിച്ചിട്ടുണ്ടാവുക. യെസ്. Locate and follow emergency action plans manual. Upon learning of an alert, all departments should activate their department-specific disaster plan as outlined in the hospital emergency procedures manuals. അപ്പൊ ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ലൊക്കേറ്റ് ആൻഡ് ഫോളോ എമർജൻസി ആക്ഷൻ പ്ലാൻസ് മാനുവൽ അല്ലെ? എമർജൻസി ആക്ഷൻ പ്ലാൻ മാനുവൽസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെന്താണ്? അപ്പോൺ ലേണിംഗ് ഓഫ് ആൻ അലേർട്ട് all departments should activate their department specific ഡിസാസ്റ്റർ പ്ലാൻ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഡിസാസ്റ്റർ പ്ലാൻ മാനുവൽസ് ഉണ്ടായിരിക്കും അല്ലെ? അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ആക്ഷൻ പ്ലാൻസ് ഉണ്ടായിരിക്കും, ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കും. അത് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സുമായി ചുറ്റപ്പെട്ട് വരുന്നു ആ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എന്തുണ്ടായിരിക്കണം? ഈ ഡിസാസ്റ്റർ കോഡ് യെല്ലോ പ്രഖ്യാപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഉടനടി തന്നെ എന്താണ്? ആ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ എമർജൻസി പ്രൊസീജിയേഴ്സ് അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ആരംഭിക്കണം. ദെൻ പിന്നെന്താണ് പറയുന്നത്? CMO should report to the emergency operations center in charge located in the nursing administration 1841. When emergency plan activated ആയി കഴിഞ്ഞതിന് ശേഷം എന്താണ്? CMO ആരാണ്? ചീഫ് മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസർ അദ്ദേഹം എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു അല്ലെ? CMO ആണ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക്
റിപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഇൻചാർജ് ഉള്ളത് ആരാണോ അവരായിരിക്കും എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് എന്താ റിപ്പോർട്ട് കൊടുക്കുന്നത്. Then located in nursing administration 1841. അവിടെ ഏതിന് എമർജൻസി നമ്പർ ആണ് ഉപയോഗിക്കുന്നത്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നമ്പറിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? 1841 എന്ന നമ്പറിലേക്കായിരിക്കണം എന്ത് എമർജൻസി കോള് ചെയ്യേണ്ടത്. ഓക്കെ. Then check over all status of the ER department. Check over all status of ER department. ER department ഏതാണ്? ER department എന്ന് പറഞ്ഞ എന്താണ്? ER എന്താണ് പറയൂ? Yes, emergency departments അല്ലേ? Yes, emergency departments. ഇപ്പൊ കാണാവോ? Yes. Yes. Check overall status of ER department. അതായത് ER department എമർജൻസി നമ്മൾ എല്ലാ ഫെസിലിറ്റീസും ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ സപ്ലൈസ് ഉണ്ട്, ഏതൊക്കെ സ്റ്റാഫുകൾ ആവശ്യമായി വരുന്നു. ദെൻ പിന്നെന്താണ്, അപ്പൊ ആ ഒരു ഏരിയ കംപ്ലീറ്റ് എന്താണ് ചെക്ക് ചെയ്യണം. എന്തൊക്കെ സപ്ലൈസസ് ഇനി കൂടുതൽ വേണം, ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ട് വേണം, അപ്പൊ എത്രയും കൂടുതൽ സ്റ്റാഫുകളോട് ആവശ്യമായിട്ട് വരുന്നു എന്നെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അത് ER ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. Then notify department in charge. അവിടെ ഇൻചാർജ് ആക്കണേ. നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ലാഷ് കഴിഞ്ഞിട്ട് അവിടെ ഇൻചാർജ് എന്നൊന്ന് നിങ്ങൾ എഴുതിയേ. ഇൻചാർജ് ഉണ്ടോ ഇവിടെ? നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ്. ഇങ്ങനെ ഐയും എന്നും സെപ്പറേറ്റഡ് ആയിട്ടാണ് എടുക്കുന്നത്. ഉണ്ടോ? കണ്ടോ പിള്ളേരെ? നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് കോർഡിനേറ്റർ. എന്താണ് ER റൂമിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം ആരെ നോട്ടിഫൈ ചെയ്യണം? ഇൻചാർജ് ഉള്ള ഒരു ഇൻചാർജ് ഓഫീസർ ആരാണ് അവർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കുക. All departments should send extra staff to ER. All departments should send extra staff to ER. ഇനി സ്റ്റാഫുകൾ കുറവാണെങ്കിൽ എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഓരോ സ്റ്റാഫുകളെ വെച്ചിട്ട് ER ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫുകൾ ആവശ്യമായി വന്നേക്കാം. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെ, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ സംഭവിച്ചത് കൊണ്ട് തന്നെ എന്താണ് എക്സസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം. അപ്പൊ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ ആവശ്യമായിട്ട് വരാം. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് എന്താണ് സ്റ്റാഫുകൾ ER റൂംസിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. Then as designated staff arrives, each person with a role in the emergency manual plan will receive a job action sheet. All other on-duty staff not otherwise assigned to ER position should remain in their department and maintain normal operations. എന്താ പറയുന്നത്? A designated staff arrives. അപ്പൊ ഒരു നിയുക്ത സ്റ്റാഫുകൾ ER ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു അല്ലെ. ഓരോ പേഴ്സൺസിനും എന്താണ് ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കില്ല. അതായത് എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. അവർ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഡ്യൂട്ടീസ് സ്റ്റാഫുകൾ കൈകാര്യം ചെയ്യുന്നത്. അത് ആരാണ് കൊടുക്കുന്നത്? ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്സ് ആയിരിക്കും, നിയുക്ത സ്റ്റാഫുകൾ ആയിരിക്കുള്ളൂ ആ ജോബ് ആക്ഷൻ ഷീറ്റ് കൊടുക്കുന്നത്. Then all other non-duty staff not otherwise assigned to ER position should remain their department and maintain normal operations. പിന്നെ ബാക്കിയുള്ള സ്റ്റാഫുകൾ എന്താണ് അവിടെയുള്ള ബാക്കിയുള്ള നോർമൽ ഓപ്പറേഷൻസ്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റ് ഓപ്പറേഷൻസ് ഒക്കെ അവിടെ ഉള്ള സ്റ്റാഫുകൾ തന്നെ ആയിരിക്കണം കൈകാര്യം, ഓൺ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകൾ തന്നെ ആയിരിക്കണം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. ജോബ് ആക്ഷൻ ഷീറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഈ എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും അതിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ അവർക്ക് സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഓൺ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകൾ എന്താണ് ബാക്കിയുള്ള എല്ലാ നോർമൽ ഓപ്പറേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരായിരിക്കുള്ളൂ? ഓൺ ഡ്യൂട്ടി സ്റ്റാഫുകൾ തന്നെ ആയിരിക്കുള്ളൂ ഈ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ഓപ്പറേഷൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. നോർമൽ ആയിട്ടുള്ള ബാക്കിയുള്ള
കാര്യങ്ങൾ ചെയ്യുന്നതും ഓൺ ഡ്യൂട്ടി സ്റ്റാഫുകളായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ കോഡ് യെല്ലോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ സംഭവിക്കുന്നു അല്ലെ. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത്, എക്സസീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവുന്ന സമയത്താണ് കോഡ് യെല്ലോ മേജർ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ആരാണിത്? ഈ എമർജൻസി പ്ലാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? CMO ആണ് അല്ലെ. CMO ആണ് റിപ്പോർട്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. CMO ആണ്. അതിനുശേഷം എന്താണ്, അതിന് മുമ്പായിട്ട് എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എന്താണ് ഈ ഡിസാസ്റ്റർ ആക്ടിവേഷൻ പ്ലാൻസ് എല്ലാ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിലും എന്താണ് ആക്ടിവേറ്റഡ് ആക്കുന്നു. അതിനുശേഷം എമർജൻസി പ്രൊസീജിയർ മാനുവൽ അനുസരിച്ചിട്ട് എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. Then CMO ആണ് റിപ്പോർട്ട് ടു ദ എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഇൻചാർജ്. CMO ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് ഓപ്പറേഷൻ സെന്ററിലേക്കോ അല്ലെങ്കിൽ ഇൻചാർജ് സെന്ററിലേക്കോ അത് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. Then ഏത് എമർജൻസി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്? ലൊക്കേറ്റഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ 1841 എന്ന നമ്പറിലേക്കാണ് കോഡ് യെല്ലോ പുറപ്പെടുവിക്കുന്ന സമയത്തുള്ള അലേർട്ടേഷൻ കൊടുക്കുന്നത്. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. 1841. അതിനുശേഷം ഈ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഫെസിലിറ്റീസും ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ ഫെസിലിറ്റീസ് ആവശ്യമായി വരുന്നു, എന്തൊക്കെ സപ്ലൈസ് ആവശ്യമായി വരുന്നു, അധിക സ്റ്റാഫുകൾ ആവശ്യമായി വരുന്ന കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം എന്താണ് ഇൻചാർജ് ഉള്ള ആൾക്കാണ് അവർക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ all departments should send extra staff to ERP. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് എന്താണ് എക്സ്ട്രാ സ്റ്റാഫുകൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ദെൻ ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്സ് എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ജോബ് ആക്ഷൻ ഷീറ്റിലുള്ള കാര്യങ്ങളായിരിക്കും ഉള്ളവർക്ക് സ്റ്റാഫുകൾ ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഏത് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റിലെ നോർമൽ സ്റ്റാഫുകൾ, ഓൺ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകളായിരിക്കും ബാക്കിയുള്ള നോർമൽ ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? കോഡ് യെല്ലോ മേജർ വായിച്ചു നോക്കിയേ. ഇവിടെ നിങ്ങളിത് കംപ്ലീറ്റ് വലിച്ചു വാരി പഠിക്കണ്ട. കോഡ് യെല്ലോ എന്തിനെ സൂചിപ്പിക്കുന്നത് മാത്രം ഇവിടെ പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കോഡ് യെല്ലോ ഏതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മാത്രം പഠിക്കുക കേട്ടോ. കോഡ് യെല്ലോ എന്താണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ കേട്ടോ. മനസ്സിലായല്ലോ? കംപ്ലീറ്റ് ഇങ്ങനെ ഇരുന്ന് വായിച്ചു പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. ചോദിച്ചിട്ടില്ല ഇതുവരെ. ക്ലിയർ ആണോ? Yes. Next, code violet. Code violet. നമ്പർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്പർ ഒന്ന് ഓർത്ത് വെക്കുക. നമ്പർ നോക്കി വെക്കുക. വിട്ടുപോയി. കളർ കോഡ് ഏത് ഡിസാസ്റ്റർ ആണ്, ഏത് എമർജൻസി നമ്പർ ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 1841. ഇനി കോഡ് violet. Assistance is needed with an out of control patient. Assistance is needed with an out of control patient individuals. Not a code violet should not be activated where a gun or weapon may be involved. അപ്പൊ കോഡ് വയലറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഔട്ട് ഓഫ് കൺട്രോൾഡ് പേഷ്യന്റ് ഇൻഡിവിജ്വൽസിനെയാണ് അല്ലെ. അതായത് അനിയന്ത്രിതമായിട്ട് പെരുമാറുന്ന പേഷ്യൻസുകൾ അല്ലെ, നിയന്ത്രണമില്ലാത്ത പേഷ്യൻസുകൾ. പ്രത്യേകിച്ച് ആരൊക്കെ അതിൽ ഉൾപ്പെടുത്താം നമുക്ക്? ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് എന്നൊക്കെ പറയുമ്പോ ആരെയൊക്കെ ഉൾപ്പെടുത്താം? മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവാം. മെന്റൽ പ്രോബ്ലംസ് ഉള്ള ഒരു കാറ്റഗറി. പിന്നെ മെന്റൽ മാത്രമായിട്ടാണോ വരുന്നത്? യെസ്, വെരി ഗുഡ്. ഡ്രഗ് അഡിക്റ്റഡ് പേഴ്സൺസ് അല്ലെ. ഡ്രഗ് അഡിക്റ്റഡ് പേഴ്സൺസ് ഉണ്ടാവാം. ആൽക്കഹോളിക് പേഴ്സൺസ്. യെസ്, തന്നെ എന്തെങ്കിലും സബ്സ്റ്റാൻസ് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ
ടെററിസ്റ്റുകൾ അല്ലെ, അതുവരെ അതിൽ ഉൾപ്പെടുത്താം. ടെററിസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക തകരാറുള്ള കാറ്റഗറി വരുന്ന ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തില്. ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷൻസ് അങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ കോഡ് വയലറ്റ് പുറപ്പെടുവിക്കുന്നത്. ഇൻ കേസ് നമുക്ക് മനസ്സിലാകും അവരുടെ കയ്യിൽ ചിലപ്പോൾ ഗണ്ണോ മറ്റു വെപ്പൺസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അയാളുടെ ഒരു ആ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരം സിറ്റുവേഷൻസിലാണ് എന്ത് കോഡ് വയലറ്റ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? A code violet should not be activated where a gun or weapon may be involved. എന്താ പറയുന്നത്? ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും ഗണ്ണോ മറ്റു വെപ്പൺസോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ ആ കോഡ് വയലറ്റ് പുറപ്പെടുവിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ്? ആൾക്കത് മനസ്സിലാവും അല്ലെ, അവർക്കത് ക്ലിയർ ആവും, അവിടെ നോട്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതിന്റെ നിർദ്ദേശം അലർട്ടേഷൻ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അവര് അപ്പൊ എന്താണ് അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ നേരിട്ടേക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുടെ കയ്യിൽ ഗണ്ണോ മറ്റു വെപ്പൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോഡ് ആക്ടിവേറ്റ് ആക്കാൻ പാടില്ല. ഓക്കെ, അത് നോട്ട് ചെയ്യണം. Code violet should not be activated where a gun or weapon may be involved. മനസ്സിലായോ? കോഡ് വയലറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിനെയാണ്, ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് ഇൻഡിവിജ്വൽസിനെയാണ് കോഡ് വയലറ്റ് സൂചിപ്പിക്കുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അങ്ങനെയൊക്കെ ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് പെരുമാറുന്ന വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ. എത്രയും പെട്ടെന്ന് എന്താണ് എമർജൻസി നമ്പറിലേക്ക്, ഇവിടെ എമർജൻസി നമ്പർ കൊടുത്തിട്ടില്ല, എമർജൻസി അതായത് കോഡ് വയലറ്റിനുള്ള എമർജൻസി നമ്പർ ഉണ്ടായിരിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ. എവിടെയാണ് നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിനെ കണ്ടത് അല്ലാണ് കണ്ടത്, അവരുമായി ബന്ധപ്പെട്ട ലൊക്കേഷൻ കൃത്യമായിട്ട് എന്താണ് റിപ്പോർട്ട് ചെയ്യുക, ലൊക്കേഷൻ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. Then contact security and nursing supervisor immediately. ഇത്രയും കിട്ടുന്ന സെക്യൂരിറ്റിനെ നഴ്സിംഗ് സൂപ്പർവൈസറിനെയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിളിച്ച് അറിയിക്കേണ്ടതാണ്. ഓക്കെ, then do not attempt to control the out of control individuals. എന്താണ് എന്താ പറയുന്നത്? do not attempt to control out of control. നമ്മൾ ഒരിക്കലും എന്താണ് നേരെ ചെന്ന ആളുടെ തലയിൽ പോയി പെടണോ, മുമ്പിൽ പോയി ചാടണോ അങ്ങനെയുള്ള പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ അല്ല അങ്ങനത്തെ വ്യക്തികളെ കണ്ടു കഴിഞ്ഞാല് ഇല്ല, ഏറ്റവും അപകടകരമാണല്ലേ. നമുക്ക് സ്വയം സ്വമേധയാ ചെന്നൊന്നും നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സിനിമയിലൊക്കെ പറ്റുമായിരിക്കും അല്ലെ, സിനിമയിലൊക്കെ പറ്റും, പക്ഷെ നമ്മള് ഒരു റിയൽ സിറ്റുവേഷൻസിലൊക്കെ അത് ഭയങ്കര അപകടമാണ് അല്ലെ. സെക്യൂരിറ്റി വിൽ പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ റെസ്പോണ്ടിങ് പേഴ്സൺ ഓൺ ദ ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ് റിക്വയർഡ്. സെക്യൂരിറ്റി തന്ന നിർദ്ദേശം അനുസരിച്ച് സെക്യൂരിറ്റി എത്തുന്നവരെ നമുക്ക് ആളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ എങ്ങനെ ആളെ വിടാതെ അല്ലെങ്കിൽ ആളെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ പേഴ്സണിനെ നേരെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരിക്കലും നേരെ ചാടി നമ്മളുടെ ഇഷ്ടത്തിൽ ഒരിക്കലും യെസ് ഡോക്ടർ മരിച്ചില്ലായിരുന്നു മുൻപ്. ഏതോടോ വന്ദനയുടെ കാര്യമാണോ പറയുന്നത്? യെസ്, ആ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഡോക്ടർ വന്ദന കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പേഷ്യന്റ് കുത്തിക്കൊന്നത്. ഡ്രഗ് അഡിക്റ്റ് ആയിരുന്ന ആൾക്ക് ഹോളിക്കായിരുന്നു, ന്യൂസിലുണ്ടായിരുന്നല്ലോ. യെസ്, ഒരു ചെറിയ കുട്ടിയായിരുന്നു അല്ലെ, കാഷ്വാലിറ്റിയിൽ ഇരുന്ന പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ ആയിരുന്നു കുട്ടി അല്ലേ, അതിനെ കണ്ടില്ലേ? അതായത് ഇപ്പൊ സെക്യൂരിറ്റിക്കാർ വന്നെങ്കിലും പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് വരെ വന്നിട്ടും അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഹൗസ് സർജന്റ് ആയിരുന്നു അല്ലെ, ഹൗസ് സർജന്റ് ആയിരുന്ന കുട്ടി, ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ചില സമയത്ത് നമുക്ക് രക്ഷിക്കാൻ പറ്റും അല്ലെ, ചില സമയത്ത് നമ്മള് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ലക്ക് പോലെ ഇരിക്കല്ലേ ആ കുട്ടിയെ നമ്മൾ ആർക്കും രക്ഷിക്കണം. പോലീസുകാർ വരെ എന്താണ് അവരവരെ അപായപ്പെടുത്തിയിട്ടാണ് ആ കുട്ടിയെ ഉൾപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഹോസ്പിറ്റലിൽ നേരിടാറുണ്ട്. ഇപ്പൊ ഒരുപാട് അങ്ങനെ ഇൻസിഡൻസുകൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. പീഡനങ്ങൾ വരെ നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിനകത്ത് വരെ ഡോക്ടേഴ്സ്. യെസ്, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സെക്യൂരിറ്റിക്കാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എടുത്ത് ചാടി ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. Then do not confront the individuals with a weapon. എന്താണ്? Do not confront the individual with a weapon. എന്താണ്?
ആളുടെ അടുത്ത് എങ്ങനെ ചെല്ലാൻ പാടില്ല എന്നാണ് പറയുന്നത്? വെപ്പൺ ഉപയോഗിച്ചിട്ട് ആളെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? എന്തെങ്കിലും വെപ്പൺസ് ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ ഒരിക്കലും എന്താണ് നമ്മുടെ കയ്യിലത്തിൽ തരത്തിലുള്ള വെപ്പൺസോ മറ്റു ഗണ്ണോ ഉപയോഗിച്ചുകൊണ്ട് ആളെ സമീപിക്കാനായിട്ട് പാടുള്ളത്. അല്ലാതെ വളരെയധികം ഭയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും എന്താണ് മറ്റ് എന്താ വെപ്പൺസ് ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല. ആളെ കൂടുതൽ പ്രകോപിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കാം, കോഡ് വയലറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കോഡ് വയലറ്റ് ഔട്ട് ഓഫ് കൺട്രോൾഡ് പേഷ്യൻസിനെ അല്ലെ, ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ് ഇന്റലിജൻസിനെയാണ് കോഡ് വയലറ്റ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിയുന്ന സമയത്താണ് കോഡ് വയലറ്റ് അലർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും നമ്മൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വരെ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. എന്താണ് അതില് ഗണ്ണോ വെപ്പൺസ് ഒക്കെ ആളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ എന്താണ് അതൊരിക്കലും നമ്മൾ ആ കോഡ് അവിടെ പുറപ്പെടുവിക്കാനായിട്ട് പാടുള്ളതല്ല. ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ. എത്രയും പെട്ടെന്ന് എമർജൻസി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അതായത് ലൊക്കേഷൻ ആണെന്ന് പറയുക. ദെൻ സെക്യൂരിറ്റി ഡേസിംഗ് സൂപ്പർവൈസറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അവിടെ എന്താണ് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. ദെൻ പിന്നെന്താണ് ഒരിക്കലും നമ്മൾ നേരെ ആളെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നേരെ ചെന്ന് നമ്മൾ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കരുത്. സെക്യൂരിറ്റി പോലെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിനെ എന്താണ് അവരോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ഒരിക്കലും അവരൊരു ഗണ്ണോ മറ്റു വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, മനസ്സിലായോ കോഡ് വയലറ്റ് എന്താണെന്ന്? ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കട്ടോ. നമ്മള് CAD സിനിമയില് പക്ഷെ അതിൽ കോഡാപ്റ്റേഷൻ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? സാറേ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പറയൂലേ, സീതാപ്പരൻ സാറേ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മള്? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിനിമ? ഒരു സിറ്റുവേഷന്റെ എക്സാമ്പിൾ പറഞ്ഞാണ്. പക്ഷെ അതില് അലർട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? അവര് ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. ഓക്കെ, കുറെ തവണ കണ്ടിട്ടുണ്ടല്ലേ CAD? അപ്പൊ അതില് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവാൻ പോകുന്ന സമയത്താണ് അവിടെ കോഡ് വയലറ്റ് ആക്ടിവേഷൻ ചെയ്യുന്നത്. അവിടെ ബോംബ് കിട്ടാൻ പോകുന്ന നിർദ്ദേശം കിട്ടി കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ ആ ഒരു വയലറ്റ് അവിടെ കോഡ് വയലറ്റ് അവിടെ പുറപ്പെടുവിക്കുന്നത്. പക്ഷെ അതൊന്നും അതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് അവിടെ തന്നെ ഉണ്ട് അല്ലെ? സലീംകുമാർ കണ്ടിട്ടില്ലേ നമ്മള്? ആ സിനിമയിലും ഉണ്ട് ഹോസ്പിറ്റലില് ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് ഒരു കളിത്തോക്കും വെച്ച്. പക്ഷെ എല്ലാവരും വിചാരിച്ചത് എന്താണ് ശരിക്കുള്ള തോക്കാണ്, കളിത്തോക്കാണ് അല്ലെ? അതൊക്കെ സിനിമയില്. ഓക്കെ, കോഡ് വയലറ്റ് കഴിഞ്ഞു. കോഡ് ബ്രൗൺ ലാസ്റ്റ് കോഡാണ്. കോഡ് ബ്രൗൺ എന്താണ് കോഡ് ബ്രൗൺ സൂചിപ്പിക്കുന്നത്? An adult patient is missing അല്ലെ? adult patients മിസ് ആവുമ്പോൾ lost abducted from the hospital. അത് കാണാതാവുന്ന പേഷ്യൻസിന്, അഡൽട്ട് പേഷ്യൻസിനെ കാണാതാവുന്ന സിറ്റുവേഷൻസിലാണ് കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. അത് ചിലപ്പോൾ ചിലർ തട്ടിക്കൊണ്ടുപോയെന്നിരിക്കാം, ഈ സ്വമേധയെ ഇറങ്ങിപ്പോയെന്നിരിക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ പറയാം അല്ലെ? പേഷ്യന്റ് മിസ്സിംഗ് ആവുന്നു അല്ലെ? അഡൽട്ട് പേഷ്യൻസ് മിസ്സിംഗ് ആവുന്ന സമയത്താണ് കോഡ് ബ്രൗൺ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, when a patient is missing from a patient care unit or outpatient clinic and it is suspected that the patient has been abducted or is lost. അപ്പൊ ഒരു പേഷ്യന്റ്, അതായത് ഒന്നുകിൽ പേഷ്യന്റ് കെയറിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ യൂണിറ്റിൽ നിന്നോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ എവിടെ നിന്നായിക്കോട്ടെ, എവിടെ നിന്ന് ആ പേഷ്യന്റ് എലക്റ്റഡ് ആയെന്ന് വെച്ചാൽ എന്താ, എല്ലാത്തിലും ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. കാണാതെ പോയി കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഔട്ട് പേഷ്യന്റ് കെയറിൽ നിന്നോ ക്ലിനിക്സിൽ നിന്നൊക്കെ പേഷ്യന്റിനെ കാണാതായി പോയി കഴിഞ്ഞാല് എന്താണ്
or lost, conduct a unit search. ഇങ്ങനെ ഈ പ്ലേസസിൽ എന്ത് ചെയ്യണം? അപ്പോ പേഷ്യന്റ് കാണാതെ പോയ പ്ലേസ് നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം? ഒന്ന് സെർച്ച് ചെയ്യണം അല്ലെ? കംപ്ലീറ്റ് ഒന്ന് സെർച്ച് ചെയ്യേണ്ടതാണ്. പേഷ്യന്റ് ഉണ്ടായിരുന്ന എല്ലാ റൂംസും എവിടെയൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ എന്തായിരുന്നു അവിടെയൊക്കെ കൃത്യമായിട്ടൊന്ന് സെർച്ച് ചെയ്യുക. ദെൻ എലപ്റ്റഡ് ഹോസ്പിറ്റലിൽ ഒറ്റപ്പെട്ടു എന്നൊരു മീനിങ് ആണ് കേട്ടോ. എ പേഷ്യന്റ് ഹാസ് എലപ്റ്റഡ്. ദെൻ അൺഎലപ്റ്റഡോ ലോസ്റ്റ് എന്ന് വെച്ചാൽ ഒളിച്ചു കൊടുക്കുക എന്നുള്ള മീനിങ് അല്ലെ? ഓക്കെ. മിസ്സിങ് തന്നെ വിചാരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ ഒക്കെ കണ്ണ് വിട്ടിച്ച് ആള് ഓടിപ്പോവുക അല്ലെ? ഒളിച്ചോടി പോവുക തന്നെ. യെസ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇഫ് ദ പേഷ്യന്റ് ഡസ് നോട്ട് റിട്ടേൺ, പേഷ്യന്റ് തിരിച്ചു വന്നില്ലെങ്കിൽ ആസ്ക് ദ ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് ദ കോഡ് ഫ്രം. പേഷ്യന്റിനെ നമ്മൾ സെർച്ച് ചെയ്യില്ലല്ലേ? പേഷ്യന്റ് എവിടെ പോയി ആദ്യം ഒന്ന് സെർച്ച് ചെയ്തതിനു ശേഷം കാണാനില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്ററെ വിളിച്ച് കോഡ് ബ്രൗൺ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറയുന്നു അല്ലെ? ദെൻ അതിനുശേഷം കോഡ് ബ്രൗൺ അലേർട്ടേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ എന്താണ്? നോട്ടിഫൈ സെക്യൂരിറ്റി ആൻഡ് പ്രൊവൈഡ് എ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ്. ഇനി ആ പേഷ്യന്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? ആളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, ആളെ എങ്ങനെയാണ്, ആളെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണ്, ആള് കാണാൻ എങ്ങനെയാണ്, ഹൈറ്റ് എങ്ങനെയാണ്, വണ്ണമുള്ളതാണോ വണ്ണമില്ലാത്തതാണോ മെലിഞ്ഞതാണോ, എങ്ങനെയാണ് ആളുടെ രൂപം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത്, ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ആണോ അല്ലെങ്കിൽ നോർമൽ വെയർ ഷർട്ട്സ് ആണോ ഇട്ടിരിക്കുന്നത്, എന്താണോ എന്നുള്ളത് ആളുടെ ഒരു പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ അല്ലെ? ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയണം. ദെൻ ഇവിടെ പറയുന്നുണ്ട് അല്ലെ? ക്ലോത്ത് വോൺ ബൈ ദ പേഷ്യന്റ്. ദെൻ ലാസ്റ്റ് സീൻ, ആളെ എവിടെയാണ്, ആളെ കാണുന്ന സമയത്ത് ആളെ ഏത് ഡ്രസ്സാണ് അവസാനമായി ഇട്ടിരിക്കുന്നത്, ആളെ എങ്ങനെ കാണാൻ എങ്ങനെ ഇരിക്കും, എന്തെങ്കിലും അടയാളങ്ങൾ നമ്മൾ പറയില്ലേ? ഇപ്പൊ ഐഡന്റിഫിക്കേഷൻ മാർക്സ് പറയും അല്ലെ? ഇപ്പൊ ചിലപ്പോ കണ്ണട വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മുഖത്ത് വലിയൊരു മറുകുള്ള ആളായിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻസിലൂടെയാണ് നമ്മൾ ആളുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇത് എന്ത് ചെയ്യണം? സെക്യൂരിറ്റി സ്റ്റാഫിന് അത് പറഞ്ഞു കൊടുക്കണം. ആളെ എങ്ങനെയായിട്ടുള്ളതെന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ദെൻ നോട്ടിഫൈ SMA ഓൺ കോൾ ഗസ്റ്റ് റിലേഷൻ മാനേജർ. അതിനുശേഷം സെക്യൂരിറ്റിക്കാരനെ അറിയിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിഫൈ SMA ആരാണ്? സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്, SMA എക്സ്പാൻഷൻ, സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. ഓക്കെ. എന്താണ്? പേഷ്യന്റ് മിസ്സിംഗ് ആണെന്ന് ശേഷം എന്താണ് നമ്മളെ നോട്ടിഫൈ ചെയ്യണം? ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റിനെയോ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ മാനേജറോ ആരെ വേണമെങ്കിലും നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടതാണ്. പേഷ്യന്റ് മിസ്സിംഗ് ആണെന്നുള്ളത് കൃത്യമായി അറിയിക്കേണ്ടതാണ്. അതിനുശേഷം എന്താണ്? നോട്ടിഫൈ ദ പേഷ്യന്റ് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഓർ സ്റ്റാഫ് ഓൺ കോൾ. പിന്നെ ആരെയാണ് വിവരം അറിയിക്കേണ്ടത്? പേഷ്യൻസ് അറ്റൻഡിംഗ് സ്റ്റാഫ്. പേഷ്യന്റിനെ നോക്കിയ ഫിസിഷ്യൻ ആരാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ആരാണ്, അവരൊക്കെ എന്നാൽ കൃത്യമായിട്ട് വിളിച്ചു പറയുന്ന പേഷ്യൻസ് ഇത് കാണാനില്ല എന്നുള്ള വിവരം കൃത്യമായി അറിയിക്കും അല്ലെ? ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ സ്റ്റാഫിനോടും അറിയിക്കും. ഡോക്ടേഴ്സിനോടോ അല്ലെങ്കിൽ സ്റ്റാഫിനോടോ അറിയിക്കും. അതിനുശേഷം നോട്ടിഫൈ ദ നഴ്സിംഗ് സൂപ്പർവൈസർ ഓൺ ഡ്യൂട്ടി. പിന്നെ എന്താണ്? ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സിംഗ് സൂപ്പർവൈസറിനെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം നോട്ടിഫൈ family as appropriate. The nursing supervisor will contact the administrator on call. അപ്പോൾ നഴ്സിംഗ് ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസറിനെ വിവരം അറിയിച്ചതിനു ശേഷം ഫാമിലിനെ വിവരം അറിയിക്കുന്നു, പേഷ്യന്റിന്റെ ഫാമിലിനെ വിവരം അറിയിക്കുന്നു. പിന്നെന്താണ്? നഴ്സിംഗ് സൂപ്പർവൈസർ വിൽ കോൺടാക്ട് അഡ്മിനിസ്ട്രേറ്റർ. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് കോൺടാക്ട് അഡ്മിനിസ്ട്രേറ്ററിനെ വിവരം അറിയിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ആണ് ആരെ വിളിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ഓൺ കോൾ വിത്ത് contact with the police for notification. ഇങ്ങോട്ട് പറയാം, ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോ പേഷ്യന്റ് മിസ്സിംഗ് ആണതിനു ശേഷം എന്താണ്? ഫിസിഷ്യനെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഓൺ ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസറിനെ വിവരം അറിയിച്ച അവരായിരിക്കും ഫാമിലിനെ വിവരം അറിയിക്കുന്നത് അല്ലെ? നോട്ടിഫൈ ഫാമിലീസ്. ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററിനെ കോൺടാക്ട് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റർ ആണ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. പേഷ്യന്റ് മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയിക്കുന്നത് പോലീസിന് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ് പേഷ്യന്റ് മിസ്സിംഗ് ആണെന്നുള്ള വിവരം പോലീസിന് ഇൻഫോം ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ആരൊക്കെയൊക്കെ വിളിക്കുന്നത് ക്ലിയർ ആണോ?
യെസ്. പിന്നെന്താണ് അടുത്ത റോൾ ആർക്കാണ്? സോഷ്യൽ വർക്ക്. Nursing staff will assist the patient's family members and the staff during the crisis. ഇനി അവിടെ ഉണ്ടാവുന്ന സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, വർക്കേഴ്സ് ഉണ്ടായിരിക്കും, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവർ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെ, പേഷ്യന്റ് ഫാമിലിക്ക് ഒരു സപ്പോർട്ട്. കാരണം എന്താണ്, ആ ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആകുന്ന സിറ്റുവേഷൻസിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊരു എന്താണ്, ഒരു സപ്പോർട്ട് പോലെ അല്ലെ, അവർക്കൊരു ഹെൽപ്പ് ചെയ്യുന്നത് പോലെ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് നഴ്സിംഗ് സ്റ്റാഫുകളും ഉണ്ടായിരിക്കും, സോഷ്യൽ വർക്കേഴ്സും അവിടെ ഉണ്ടായിരിക്കും പേഷ്യൻസിന്റെ ഫാമിലിക്ക് വേണ്ടി. ദെൻ ആ ഒരു ക്രൈസിസ് ഉണ്ടായ സമയത്ത് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നത് വേണ്ടി. Then upon the locating the patient, notify the in-charge nurses and NSG. NSG എന്നുള്ളത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് കേട്ടോ. NSG വെട്ടിയിട്ട് നഴ്സ് ആണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്നാക്കണേ. NSG ഉദ്ദേശിക്കുന്നത് എന്താണ്? നഴ്സിംഗ് സൂപ്പർവൈസർ എന്നാണ് കേട്ടോ. NSG എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നഴ്സിംഗ് തന്നെയാണ്. ഇനി നമുക്കിപ്പോ അറിയാതെ പോകരുത്. NSG കണ്ടോ, നഴ്സിംഗ് എന്നാണ് കേട്ടോ. ഇനി അറിയാത്തവരോട് ഒന്ന് എഴുതി വെച്ചോ, നഴ്സിംഗ് സൂപ്പർവൈസർ. സൂപ്പർവൈസർ എന്ന് അതിന്റെ താഴെ ഉണ്ട്. ഓക്കെ. അപ്പൊ ലൊക്കേറ്റിംഗ് ദ പേഷ്യന്റ്, ഈ പേഷ്യന്റിനെ ലൊക്കേറ്റ് ചെയ്തെന്ന് കഴിഞ്ഞാല് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നോട്ടിഫൈ ദ ഇൻചാർജ് നഴ്സിംഗ് സൂപ്പർവൈസർ. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഇൻചാർജുള്ള നഴ്സിംഗ് സൂപ്പർവൈസറിന് നമ്മുടെ വിവരം അറിയിക്കുക, പേഷ്യന്റിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുക. പിന്നെ സൂപ്പർവൈസർ ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ലൊക്കേറ്റഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ പേഷ്യന്റ്സ് ഫാക്ടേഴ്സ്. പിന്നെന്താണ്? അപ്പൊ പേഷ്യന്റിന്റെ അപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, പേഷ്യന്റ് സ്റ്റാറ്റസ് എന്നോട് പറയുന്നതാണ്. അപ്പൊ പേഷ്യന്റ് സ്റ്റേബിൾ ആണോ, പേഷ്യന്റ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ആൾ ഓക്കെ ആണോ എന്നുള്ള പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് വിലയിരുത്തുന്നു അല്ലെ, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡിസ്ക്രൈബ് ചെയ്യുന്നു ആ പേഷ്യൻസ് തന്നെയാണോ, ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. Then the nurse supervisor will notify the administrator on call. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? നഴ്സ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററെ കോൾ ചെയ്യുന്നു, നോട്ടിഫൈ ചെയ്യുന്നു. Then regarding the return status of the patient, പേഷ്യന്റ് തിരിച്ചു വന്ന റിട്ടേൺ സ്റ്റാറ്റസ് എന്താണ്, പേഷ്യൻസിന് വേറെ കുഴപ്പമൊന്നുമില്ല, ആൾ സ്റ്റേബിൾ ആണ് എന്നുള്ള റിട്ടേൺ സ്റ്റാറ്റസ് അഡ്മിനിസ്ട്രേറ്ററിനെ ആരറിയിക്കുന്നു? നഴ്സിംഗ് സൂപ്പർവൈസർ അറിയിക്കുന്നു. ഓക്കെ. Then ഇൻചാർജ് നഴ്സ് വിൽ കോൺടാക്ട് അറ്റൻഡിംഗ് ഫിസിഷ്യൻ. ഇനി ഇൻചാർജ് നഴ്സ് എന്ത് ചെയ്യുന്നു? ഫിസിഷ്യനെ കോൺടാക്ട് ചെയ്ത് ഫിസിഷ്യനെ വിവരം അറിയിക്കുന്നു, പേഷ്യന്റിനെ നോക്കിയിരിക്കുന്ന ഫിസിഷ്യനെ അല്ലെങ്കിൽ സ്റ്റാഫുകളെ വിവരം അറിയിക്കുന്നു. Then staff that patient has returned to the unit. എന്താണ്, ഫിസിഷ്യനെ വിവരിച്ച് പറയുന്നു, ആള് യൂണിറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്, പേഷ്യൻസിന്റെ നില എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ആര് പറഞ്ഞു കൊടുക്കുന്നു? ഇൻചാർജ് നഴ്സ് ഫിസിഷ്യനെ വിളിച്ച് പറയുന്നു. Then assess and document the patient status. പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് ഫിസിഷ്യൻ വന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന, ആൾക്ക് വേറെ കുഴപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ആള് സ്റ്റേബിൾ ആണോ എന്നുള്ളത് വിലയിരുത്തപ്പെടുന്നു. ആര് വന്ന്? ഫിസിഷ്യൻസ് വന്നിട്ട് ആ പേഷ്യന്റിന്റെ നില എത്രത്തോളം എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ആൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി പറയട്ടെ. എന്താണ് കോഡ് ബ്രൗൺ എന്ന് പറയുന്നത്? ആൻ അഡൾട്ട് പേഷ്യന്റ് മിസ്സിംഗ്, അഡൾട്ട് പേഷ്യന്റ് മിസ് ആവുന്ന സമയത്താണ് കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ആൻ അഡൾട്ട് പേഷ്യന്റ് ഈസ് മിസ്സിംഗ് ഫ്രം ദ ഹോസ്പിറ്റൽ. When a patient is missing from a patient care unit or outpatient clinic, ഇപ്പൊ പേഷ്യന്റ് മിസ് ആയിരുന്നു ഔട്ട്പേഷ്യന്റ് കെയറിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യന്റ് കെയറിൽ നിന്നോ ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ ആയിരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു സെർച്ച് നടത്തുക അല്ലെ, ആളെ എവിടെയാണെന്നുള്ളതൊന്ന് കണ്ടെത്താനായിട്ടുള്ള സെർച്ച് നടത്തുക. Then ഇനി സസ്പെക്ടഡ് ദാറ്റ് പേഷ്യന്റ് ഹാസ് അലർജി. അപ്പൊ പേഷ്യന്റ് അവിടെ നിന്ന് ഒരു ഒളിച്ചോട്ടം നടത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലായി, പേഷ്യന്റ് അവിടെ മിസ്സിംഗ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ യൂണിറ്റ് സെർച്ച് നടത്തണം അല്ലെ. യൂണിറ്റ് സെർച്ച് നടത്തി പേഷ്യന്റ് അവിടെ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടണം അല്ലെ. ഇഫ് ദ പേഷ്യന്റ് ഡസ് നോട്ട് റിട്ടേൺ ആസ് ദ ഓപ്പറേറ്റർ, അത്രയും സെർച്ച് നടത്തിയിട്ട് പേഷ്യന്റ് നമ്മളവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ഓപ്പറേറ്ററെ വിളിച്ചു വരുത്തി കോൾ ചെയ്തുകൊണ്ട് ആ കോഡ് പുറപ്പെടുവിക്കണം അല്ലെ. കോഡ് ബ്രൗൺ ഇനീഷ്യേറ്റ് ചെയ്യിപ്പിക്കണം. പിന്നെ അതിനുശേഷം നോട്ടിഫൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ്. അപ്പൊ കോഡ് ബ്രൗൺ പുറപ്പെടുത്തിയതിനു ശേഷം എന്താണ്? പേഷ്യന്റിന്റെ ഫിസിക്കൽ ഫീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. പേഷ്യന്റ് എങ്ങനെയാണ്, കാണാൻ എങ്ങനെയാണ്, ഹൈറ്റ്, വെയിറ്റ്, സൈസ്, കളർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്.
ആ ഡിസ്ക്രിപ്ഷൻ, ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഏത് ഡ്രസ്സാണ് അവസാനം അയാൾ ഇട്ടിരിക്കുന്നത് എന്ന് വരെ കൃത്യമായിട്ട് പറയുന്നു. ദെൻ നോട്ടിഫൈ SMA ഓൺ കോൾ ഗസ്റ്റ് റിലേഷൻ മാനേജർ. പിന്നെന്താണ്, പിന്നെ ആരെയാണ് വിവരം അറിയിക്കേണ്ടത്? അല്ലെങ്കിൽ സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റിനെ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ മാനേജറെ ആയിട്ട് നോട്ടിഫൈ ചെയ്യുക. പിന്നീട് നഴ്സിംഗ് സൂപ്പർവൈസർ ഓൺ ഡ്യൂട്ടി. ഓൺ ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസർ ഫാമിലിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, നോട്ടിഫൈ ചെയ്യുന്നു, വിവരം അറിയിക്കുന്നു. പിന്നെന്താണ്, നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററെ കോൾ ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റർ ആണ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ നോട്ടിഫൈ ദ പേഷ്യന്റ് അറ്റൻഡിംഗ് ഫിസിഷ്യൻ. പിന്നെന്താണ്, ഫിസിഷ്യനെ അല്ലെങ്കിൽ അവിടെ എന്താണ് സ്റ്റാഫുകളെ നമ്മൾ വിവരം അറിയിക്കുന്നു. ദെൻ നോട്ടിഫൈ ദ നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും ഓൺ ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസർ ഫാമിലിയെ വിവരം അറിയിക്കുന്നു. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ആണ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ സോഷ്യൽ വർക്കേഴ്സും നഴ്സിംഗ് അസിസ്റ്റൻസും ആയിരിക്കും പേഷ്യൻസിന്റെ ഫാമിലിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലെ? ആ ഒരു ക്രൈസിസ് ഉണ്ടായ സമയത്ത് പേഷ്യൻസിന്റെ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം പേഷ്യന്റ് തിരിച്ചു വന്നു, അല്ലെ, പേഷ്യൻസിനെ ലൊക്കേറ്റ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നോട്ടിഫൈ ദ ഇൻചാർജ് നഴ്സ് ആൻഡ് nursing supervisor that patient has been located and describe the patient status. അപ്പൊ ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ്, പേഷ്യന്റിന്റെ നില എത്രത്തോളം ഉണ്ടെന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു, പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ എന്താ ചെയ്യുന്നത്, നഴ്സിംഗ് സൂപ്പർവൈസർ വിൽ നോട്ടിഫൈ ദ അഡ്മിനിസ്ട്രേറ്റർ. നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു, പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് പറയുന്നു. പിന്നീട് ഇൻചാർജ് നഴ്സ് കോണ്ടാക്ട് അറ്റൻഡിംഗ് ഫിസിഷ്യൻ. പേഷ്യന്റിനെ നോക്കുന്ന ഫിസിഷ്യനെ വിവരം അറിയിക്കുന്നു. ആര്? ഇൻചാർജ് നഴ്സ്. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം എന്താണ്, അസസ് ആൻഡ് ഡോക്യുമെന്റ് ദ പേഷ്യന്റ് സ്റ്റാറ്റസ്. പേഷ്യന്റിന്റെ നില വിലയിരുത്തുകയും അത് ഡോക്യുമെന്റേഷൻ ചെയ്യുകയും ചെയ്യുന്നു. ഏതാണ് കോഡ് ബ്രൗൺ എന്ന് പറയുന്നത്? മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഞാൻ പറയാം ഇവിടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതെന്ന് പറയാം കേട്ടോ. കോഡ് ബ്രൗൺ ആൻഡ് അഡൾട്ട് മിസ്സിംഗ് ആണെന്നുള്ളത് നോക്കാം. പിന്നെ എന്താണ് ഇവിടെ വരേണ്ടത്, SMAയുടെ എക്സ്പാൻഷൻ പഠിക്കണം. SMAയുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. അതൊന്ന് പഠിക്കണം കേട്ടോ. നിങ്ങൾ കോഡ് ബ്രൗണിൽ അത്യാവശ്യം ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് മാത്രമല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോ. ഇതിന് 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, വരാൻ ചാൻസ് ഉണ്ട്. ആരൊക്കെയാണ് നോട്ടിഫൈ ചെയ്തത്? നഴ്സിംഗ് സൂപ്പർവൈസർ ആരെയാണ്? പോലീസിന് ഇൻഫോം ചെയ്ത ആരാണ്? കോഡ് ബ്രൗൺ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ ആരാണ്? ACL മീനിങ്ങോ? ACL എവിടെയോ? ACL എവിടെ? കോഡ് ബ്ലൂവോ? എവിടെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പോയി? കഴിഞ്ഞ ക്ലാസ്സിൽ എന്നപ്പോഴോ അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കേട്ടോ. ACL എന്ന് പറയുന്നത് അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. സുഹൈന, അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് അതാണ് ACLS. ഓക്കെ, SMA എന്താണ്? സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. SMA സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. ഓക്കെ,
Clear ആണോ? കോഡ് യെല്ലോ മേജർ, സോറി കോഡ് ബ്രൗൺ. ക്ലിയർ. അപ്പൊ നമ്മളുടെ ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ, ഇതിപ്പോ തന്നെ പറയണോട്ടോ സംശയം ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, ആ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയി കേട്ടോ. യെസ്, ഓക്കെ ആണോ പിള്ളേരെ? കുഴപ്പമൊന്നുമില്ലല്ലോ. നിഷാംസ് വരും സംസാരിക്കാൻ എന്തെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസീല, തുഷാര, സുഹൈന, തസ്രിഫ, അൽഫിയ. വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറൊന്നല്ല, ഒരു നിങ്ങൾ പിന്നീട് അത് മനസ്സിലായില്ല എന്ന് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയാം മനസ്സിലായില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒന്നും തോന്നരുത്. ഓക്കെ, ഡിസാസ്റ്റർ കോഡ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കോഡും എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ മാം വരോട്ടെ, പാടി പോവരുത്. ഓക്കെ, താങ്ക് യു. യെസ്, നിഷാമിസ് വരോട്ടെ, പോവരുതേ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Hello, good evening. Hello. Yes. Thanks. എന്റെ മൈക്ക് ഓൺ അല്ല, നിങ്ങളുടെ മൈക്ക് ഓൺ അല്ല. യെസ്, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? Fine, ma'am. How are you, ma'am? And I'm also fine. Okay. എങ്ങനെയുണ്ട് ഇപ്പോ? നമ്മള് ഒരു കറക്ഷൻസ് എല്ലാവർക്കും വരുത്തുന്നത് നല്ലതായിരിക്കുമല്ലോ അല്ലെ? ആൻഡ് വി ഓൾസോ ഹാവ് ടു ഗിവ് എ സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കണമല്ലോ. ഓക്കെ,